നമ്മളിന്ന് ഇവിടെ ഒരു നാടൻ കോഴി ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. ബിരിയാണി മേക്കിംഗ് വീഡിയോസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ല. അത് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അൽപ്രവാസി സ്റ്റൈൽ നാടൻ കോഴി ബിരിയാണി. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഷെയർ, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അത് നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലൊരു 5-6 സ്പൂൺ ഓയിലും 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ ഡാൽഡ ഒഴിക്കും. സംഗതികളൊക്കെ ചൂടായി വരുമ്പോൾ നമ്മളതിൽ കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് സവാളയും പൊരിച്ചെടുക്കും. ഈ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കൊന്നും നമ്മളെ ബിരിയാണിൻ്റെ ടേസ്റ്റിൽ വലിയ റോളൊന്നും ഇല്ലെങ്കിലും ഈ ഗോൾഡൻ ഫ്രൈഡ് ഒനിയൻ അത് നമ്മളെ ബിരിയാണിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉള്ളി പൊരിക്കുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് കരിയാതെ ഉള്ളി പൊരിക്കുമ്പോൾ അതിൽ ഇച്ചിരി പഞ്ചസാരയും കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നമ്മൾ മസാല ഉണ്ടാക്കും. മസാല ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് പാത്രം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ച് അതേ ഓയിൽ ഇതിക്കാൻ വയ്ക്കണം. ഓയിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു 4 സവാള ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വെക്കും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. നമ്മളൊരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-8 പച്ചമുളകും കുത്തി നന്നായി കുത്തിച്ചതച്ചിട്ട് അതിലിട്ട് ചേർത്ത് ഇളക്കണം. ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ റോസ്മെല്ലൊക്കെ മാറി കഴിയുമ്പോൾ നമ്മളൊരു 3 മീഡിയം സൈസിലുള്ള നല്ല പൊടിച്ച തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിലിട്ട് ചേർത്ത് ഇളക്കണം. ഈ സംഗതികളെല്ലാം കൂടെ ഒരു 5-6 മിനിറ്റ് അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങ് വേവിക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വന്നൊരു ക്രീം പരുവത്തിലായാൽ പിന്നെ അടുത്ത് നമ്മളെ ബിരിയാണി മസാലയുടെ സമയം. ബിരിയാണി മസാല നമ്മളെ അൽപ്രവാസി സ്പെഷ്യൽ ബിരിയാണി മസാല, അതാണ് നമ്മൾ ചേർക്കുന്നത്. ബിരിയാണി മസാല പൊടിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. പട്ട, ഏലം, കുരുമുളക്, മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, ജാതിപത്രി, കച്ചോലം, പിന്നെ 2 ഉണക്കമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്ത് ഒന്ന് ഷാർപ്പ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് പൊടിച്ചിട്ട് സാധനം കിട്ടും. ബിരിയാണി മസാലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതും കൂടെ ഒന്ന് കാണാൻ സാധിക്കും.
നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചിക്കൻ ചേർക്കണം. നമ്മളിവിടെ ഏതാണ്ട് ഒരു 1 കിലോയുള്ളൊരു ലഗോൺ ചിക്കൻ എടുത്തിട്ടുള്ളത്. നമ്മളെ നാടൻ കോഴി ബിരിയാണീൻ്റെ ആ ഒരു മാസ്മരിക ടേസ്റ്റ് കിട്ടണമെങ്കിൽ ലഗോൺ ചിക്കൻ തന്നെ വേണം. സംഗതി വേവാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും സാധനം വെന്ത് കിട്ടിയ സംഭവം പൊളിയാണ്. ചിക്കൻ നമ്മളൊരു മീഡിയം പീസിൽ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 5-8 വിസിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. എങ്കിൽ അത് നന്നായിട്ട് ടെൻഡറായിട്ട് കിട്ടും. ചിക്കൻ ഒരു 5-8 വിസിൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. ചിക്കൻ എടുത്തിട്ട് നമ്മൾ മസാല ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കും. മല്ലിച്ചപ്പും പുതിനയും നമ്മളെപ്പോഴും വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ആയ കഞ്ഞിക്കലത്തിലായിരിക്കും. ചിലവർ ഇതിൽ തൈര് ഒഴിക്കലുണ്ട്. പക്ഷേ ഗൂഗിൾ പറയുന്നത് തൈരും ചിക്കനും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് നമ്മളിവിടെ തൈര് ഉപയോഗിക്കുന്നില്ല. അടുത്ത് നമ്മൾ റൈസിൻ്റെ പരിപാടിയാണ്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത അരിൻ്റെ ഒരു 5-6 ഇരട്ടി വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഏലം, പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ 2 കറുവാപ്പട്ടൻ്റെ ഇല ഇത് ചേർത്ത് കൊടുക്കുക. കൂടെ ഉപ്പും ലെമൺ ജ്യൂസും. ഉപ്പ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ റൈസിൽ ഉപ്പുണ്ടാവില്ല. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങിയാൽ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഒരു ഏതാണ്ട് 90-92% വെന്ത് കഴിഞ്ഞാൽ ചോറ് ഊറ്റിയെടുക്കും. ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ദമ്മിടൽ പരിപാടിയാണ്. ദമ്മിടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഊറ്റിയെടുത്ത ചോറ് നമ്മൾ 2 ലെയറായിട്ട് മസാലേൻ്റെ മേലിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഓരോ ലെയറിൻ്റെ ഇടയിലും മല്ലിച്ചപ്പ്, പുതിന, നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇത് വിതറിയിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് നെയ്യും കുറച്ച് ബിരിയാണി മസാലയും തൂക്കി കൊടുക്കണം. ഇതേപോലെ നമ്മൾ ഏറ്റവും മുകളിലിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് പാത്രം അടിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ മൈദമാവ് വെച്ചിട്ടാണ് ദമ്മ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളത് മൈദമാവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുക. ദമ്മ് റെഡി ആയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കഴിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുക. ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നാടൻ ബിരിയാണിൻ്റെ മാസ്മരികമാണ് അത് ആകെ പറയും. ആരെങ്കിലും ചോദിച്ചു വന്നാൽ ഞാൻ ഉത്തരവാദിയാവും. അപ്പോൾ നമ്മൾ ബിരിയാണി വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.